ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും അനുഗ്രഹീതരായ ദൈവജനത്തിനും കർത്തൃനാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം. ദൈവത്തിന് സ്തോത്രം. നാം വെളിപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ അവസാന ഭാഗത്തേക്ക് നാം വരികയാണ്. ആസിയയിലെ 7 സഭകളിൽ ഒടുവിലത്തെ സഭയായ ലവോദിക്ക സഭയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനും ധ്യാനിക്കാനും ലഭിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഓരോ സഭയെക്കുറിച്ചുള്ള ദൂതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായി ശക്തമായി ഓരോ സഭയ്ക്കുമുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ തെറ്റുകൾ ആവർത്തിക്കാനല്ല, തെറ്റുകളിൽ നഷ്ടപ്പെട്ടു പോകാനല്ല, തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനാണ്. പാപത്തിൻ്റെ സ്വാധീനം സഭകളെ ബാധിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണുന്നു. പരിശുദ്ധാത്മാവ് ആ സഭകൾക്ക് താക്കീത് നൽകുന്നു, വാണിംഗ് നൽകുന്നു, മുന്നറിയിപ്പ് നൽകുന്നു. തെറ്റുകളിൽ മുന്നോട്ട് പോയാൽ അനർത്ഥം സംഭവിക്കുമെന്നും ശാശ്വതമായ മഹാവിപത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് പോകുമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിച്ചു തരുന്നു. അതൊരു ദൈവസ്നേഹമാണ് വാസ്തവത്തിൽ അത് പറഞ്ഞു തരുന്നത്, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ഞാൻ ഓർക്കുന്നു, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം മുതലാണെന്ന് പറയുന്നു, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. വായിച്ചേ. മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. കർത്താവ് ശിക്ഷണം തരുന്നത് സ്നേഹമുള്ളത് കൊണ്ടാണ്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതും ശാസിക്കുന്നതും തർജ്ജമ ചെയ്യുന്നതുമെല്ലാം സ്നേഹമുള്ളത് കൊണ്ടാണ്. നമ്മെക്കുറിച്ച് പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. നാം നന്നായി വരുമെന്നുള്ള ആശയമുള്ളത് കൊണ്ടാണ്. ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിൻ്റെ തെറ്റ് നിനക്കുണ്ട്, ഇന്ന കാര്യത്തിൽ നിനക്ക് വീഴ്ചയുണ്ട് എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ സ്നേഹമാണത്. മകനെ കർത്താവ് ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കും മുഷിക്കരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? ഏത് മനുഷ്യനെയും ഓരോരുത്തരെയും താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. കൈക്കൊള്ളുന്ന മകനെയാണ് തല്ലുന്നത്. അത് പലപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. തെറ്റുകൾ ഓരോന്നോരോന്ന് ചൂണ്ടിക്കാണിച്ച് തരുന്നത് അത് തിരുത്താനാണെന്നും നമ്മുടെ നന്മയ്ക്കാണെന്നും നാം അറിയേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന വലിയ അപകടം, നാം കർത്താവിൻ്റെ ശിക്ഷണവും കർത്താവിൻ്റെ ശാസനയും നമുക്ക് പൊറുക്കാൻ വയ്യാത്തതുപോലെ ആയിരിക്കും ചിലപ്പോൾ. അത് നമ്മുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തും. മനുഷ്യരുടെ ഇടയിലുള്ളതായ സ്ഥാനമാനങ്ങൾക്ക് കേടുവരുമെന്നൊരു തോന്നലുണ്ടാക്കും. തന്മൂലം ആ വചനത്തെ നാം തട്ടിക്കളയുന്നു, മാറ്റിക്കളയുന്നു, നാം സ്വീകരിക്കുന്നില്ല. നഷ്ടമാണത്, വലിയ നഷ്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വചനം കേൾക്കുമ്പോഴെല്ലാം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് എനിക്ക് വചനം തരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അവിടെ ആ ഒരു വിശ്വാസം കിട്ടുന്നതാണ് വാസ്തവത്തിൽ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എനിക്ക് തിരുത്താനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ദൈവത്തിൻ്റെ അനന്തമോഹനമായ സ്നേഹമാണത്. മനസ്സിലാക്കണം. അങ്ങനെ കർത്താവ് ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിക്കുകയും വരുത്. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? വായിച്ചോ. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. മക്കളോട് പെരുമാറുന്നവരെയാണ്. മക്കളെ ശിക്ഷിക്കുന്നു, ശാസിക്കുന്നു, നന്നായി വരാനാണ്. ഈ ലോകത്തിൽ നമുക്ക് കർത്താവായ യേശുക്രിസ്തു കഴിഞ്ഞാൽ നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കളാണ്. പലപ്പോഴും മാതാപിതാക്കളുടെ ശാസനകൾ മക്കൾക്ക് വെറുപ്പാകുന്നു, മക്കൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അത് ദോഷമാണത്. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നതാണ്. വായിച്ചേ. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന
പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? മക്കളോട് സംസാരിക്കുന്ന ആ ദൈവസ്നേഹമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യനുള്ളതായ സ്നേഹത്തിൻ്റെ പരമാധിക്യമാണ് വാസ്തവത്തിൽ കാണിക്കുന്നത്. കർത്താവ് ശാസിക്കുകയും ശിക്ഷ തരികയും ചെയ്യുന്നത്. ആസിയിലെ 7 സഭകൾക്കുമുള്ള തോതിൽ അവരുടെ ഓരോ സഭയ്ക്കുമുള്ള തെറ്റുകൾ കർത്താവ് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്നു. ഓരോ സഭയ്ക്കുമുള്ള തെറ്റുകൾ എഫേസസ് സഭയ്ക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആകയാൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് നിൻ്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നീക്കുകയും ചെയ്യും. നിലവിളക്ക് മാറിപ്പോവും. നിലവിളക്കിൻ്റെ അതിൻ്റെ ലാമ്പ് സ്റ്റാൻഡിൽ നിന്ന് ആ വിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് മാറ്റിക്കളയും. വിളക്ക് പോലും ഇല്ലാതാകും. വെളിച്ചമോ ഇല്ല, കെട്ടുപോയി പോരാ, വിളക്ക് പോലും മാറ്റിക്കളയും. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ സഭ സ്മരണ സഭയാണ്. ആ സഭയ്ക്കുള്ള ദൂതിൽ കർത്താവ് ഒരു ഇന്ന തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നില്ല. കർത്താവിൻ്റെ ഒരു ആശ്വാസം. ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവിൻ്റെ ഒരു ആശ്വാസമുണ്ട്. ഒരു പീഡിത സഭയാണ്. എന്നും പീഡ സഹിക്കുന്ന സഭ, ദുരിതം അനുഭവിക്കുന്ന സഭ. അവിടെയുള്ള ദൈവമക്കൾ എന്നും കഠിനമായ ശോധനയിൽ കൂടി കടന്നു പോകേണ്ടി വരുന്നവരാണ്. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ടെന്നാണ് പറയുന്നത്. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. പിശാച് നിങ്ങൾ ചിലരെ പരീക്ഷിക്കേണ്ടതിന് നിങ്ങളെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിനക്ക് ഉപദ്രവം ഉണ്ടാകും. മരണം വരുന്ന വിശ്വസനായിരിക്കുക. എല്ലാം കർത്താവ് മുൻകൂട്ടി പറയുകയാണ്. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട, ധൈര്യം കൊടുക്കുകയാണ്. സ്മൃണ സഭ വാസ്തവത്തിൽ ഒരു അനുഗ്രഹീത സഭയാണ്. അതുപോലുള്ളൊരു സഭയായി തീരാനാണ് കർത്താവിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഓർത്തുകൊള്ളണം, ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് ഒരിക്കലും പൂമത്തെയല്ല. ക്രിസ്തീയ ജീവിതം വിശ്വാസിക്ക് രോഗം വരികയില്ലെന്ന് പറയാൻ പറ്റുകയില്ല. വിശ്വാസിക്ക് കഷ്ടത വരികയില്ലെന്ന് പറയാൻ പറ്റുകയില്ല. വിശ്വാസിക്ക് ആപത്തുകൾ വരില്ല എന്ന് പറയാനൊക്കുകയില്ല. ദൈവത്തെ ഭജിക്കുന്ന, ദൈവത്തെ വിശ്വാസത്തോടെ പിൻഗമിക്കുന്ന ഒരാൾക്ക് പരീക്ഷ തോൽക്കുകയില്ല എന്ന് പറയാൻ പറ്റുകയില്ല. തീർച്ചയായിട്ടും ജീവിതത്തിൽ ശോധനകളുണ്ട്, ജീവിതത്തിൽ കഷ്ടപ്പാടുകളുണ്ട്, ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ വിശ്വാസിക്ക് അത് വരുമ്പോൾ വിശ്വാസികളുടെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ അത് നന്മയ്ക്കാക്കി രൂപാന്തരപ്പെടുന്ന ദൈവത്തിലേക്ക് നോക്കും. എനിക്ക് വരുന്നതായ പ്രതിസന്ധികളും എനിക്ക് വരുന്നതായ പ്രയാസങ്ങളും എൻ്റെ രോഗങ്ങളും എൻ്റെ ആപത്തുകളും എൻ്റെ തോൽവികളും എല്ലാം നന്മയ്ക്കാക്കി തീർക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് നോക്കും. അതാണ് വിശ്വാസികളുടെ മേന്മ. എല്ലാവർക്കും ഉള്ളതുപോലെ വിശ്വാസിക്കുന്നുണ്ട് കഷ്ടപ്പാടുകൾ. അത് മാറണമെന്ന് ആഗ്രഹിക്കുകയല്ല, ഒരു കാര്യം മാത്രം ആഗ്രഹിച്ചാൽ മതി. രോഗം മാറണമെന്ന് ആഗ്രഹിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും രോഗം മാറണമെന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പക്ഷേ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഈ രോഗം മാറിയില്ലെങ്കിലും ശരി, എൻ്റെ കർത്താവേ ഈ പരീക്ഷ പാസ്സായില്ലെങ്കിലും ശരി, എൻ്റെ കർത്താവേ എൻ്റെ പണത്തിൻ്റെ ഞെരുക്കം മാറിയില്ലെങ്കിലും ശരി, യേശുവേ ഞാൻ വിശ്വസിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നു. ഈ വലിയൊരു കെടുതി എനിക്ക് വന്നത് എനിക്ക് സ്വയം ചിന്തിക്കാനുള്ള ഏതെങ്കിലും വക തരുന്നുണ്ടാകും. എന്നെ തന്നെ കഴുകി വെടിപ്പാക്കി നിത്യജീവന് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു വക തരുന്നുണ്ടാകും. നിത്യജീവന് വേണ്ടി ഒരുങ്ങണം. ഈ ഭൂമിയിലെ ആയുസ്സിൽ കൊണ്ട് മാത്രമേ നിത്യജീവന് വേണ്ടി ഒരുങ്ങാൻ പറ്റുകയുള്ളൂ. കടന്നു ചെന്നതിന് ശേഷം നിത്യജീവന് വേണ്ടി ഒരുങ്ങാൻ ഒക്കുകയില്ല. ഈ ഭൂമിയിലുള്ള ഒരു ചുരുങ്ങിയ കാലത്തെ ആയുസ് കൊണ്ടാണ് നിത്യയുഗത്തിന് വേണ്ടി, നിത്യസന്തോഷത്തിന് വേണ്ടി ഒരുങ്ങാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് കർത്താവേ ഇതെല്ലാം എനിക്ക് നന്മയ്ക്കാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവിൻ്റെ കൃപ വേണമെന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഈ വലിയ ദുരിതങ്ങൾ വരുമ്പോൾ, വലിയ ആപത്തുകൾ വരുമ്പോൾ, വലിയ കേടുകളും കെടുതികളും വരുമ്പോൾ ഇത്രമാത്രം പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിൻ്റെ കൃപ മാറാതിരുന്നാൽ മാത്രം മതി. കൃപ എന്നിൽ നിന്ന് മാറരുത്. പ്രിയപ്പെട്ടവരെ, ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തെല്ലാം രോഗം വന്നാലും ശരി, എന്ത് ആപത്ത് വന്നാലും ശരി, എൻ്റെ കർത്താവിൻ്റെ കൃപ എൻ്റെ നിന്ന് മാറരുത്. കൃപയുടെ കരം എൻ്റെ നിന്ന് മാറരുത്. എപ്പോഴും ഓർത്തുകൊള്ളണം. അതുകൊണ്ട് ദൈവമക്കൾക്ക് കഷ്ടത വരുമ്പോൾ നിരാശപ്പെടുകയല്ല വേണ്ടത്. കഷ്ടത വരുമ്പോൾ ഭാരപ്പെടുകയല്ല വേണ്ടത്. രോഗമോ ദുരിതമോ ആപത്തോ വരുമ്പോൾ വിഷമിക്കുകയല്ല വേണ്ടത്. കർത്താവേ ഇവിടെ ഈ സന്ദർഭത്തിൽ എനിക്ക് നിൻ്റെ കൃപ തരണമേ, ഇത് വഹിക്കാനുള്ള കൃപ തരണമേ, യേശുക്രിസ്തുവിൻ്റെ ഭാവത്തിനോട് നിൽക്കാനുള്ളതായ കൃപ തരണമേ, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിനോട് നിൽക്കുവാനുള്ളതായ കൃപ തരണമേ. ഇങ്ങനെ കൃപയ്ക്ക് വേണ്ടിയുള്ള യാതനയാണ്. മൂന്നാമത്തെ സഭ പെർഗമ സഭ. ആ സഭ കുറേ തെറ്റുകളൊക്കെ സംഭവിച്ചു പോയി. ആ സഭയ്ക്ക് ഒരു സ്വൈരണിയായ സഭ എന്ന് പറയാൻ വേണമെങ്കിൽ, ഒരു തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നൊരു സഭ.
പല തെറ്റുകളിലേക്കും സാത്താൻ്റെ പള്ളി എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ടല്ലോ, പൈശാചികമായ പല സ്വാധീനങ്ങൾ ആ സഭയിൽ വന്നു. ആ സഭയിൽ ചിലർ ദൈവത്തെ വളരെ വിശ്വാസത്തോടെ ഉറച്ചു നിന്നവരാണെങ്കിലും പക്ഷേ ആ സഭയിൽ വിശ്വാസം പലരിൽ നിന്ന് മാറിപ്പോവുകയും പലരും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും വിഗ്രഹസേവയിലേക്ക് പോവുകയും ചെയ്തു. 4ാമത്തെ സഭ തുയഥൈര സഭ. തുയഥൈര സഭ നാം കണ്ടു, അത് ബലികർമാസക്തിയായ സഭ എന്ന് പറയും. മഹാകവി KV സൈമൺ എഴുതിയ വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്നത് ബലികർമാസക്തിയായ സഭ എന്നാണ്. വെച്ചാൽ ഭൗതികമായ ബലികളും യാഗങ്ങളും അങ്ങനെയുള്ളതായ പല ജാതീയ സമ്പ്രദായങ്ങളും അനുഷ്ഠിച്ചു വന്നൊരു സഭ. പുറജാതികളിൽ നിന്ന് വന്നതായ സഭ പുറജാതികളുടെ അവരുടേതായ പ്രവണതകൾ വിട്ടുകളഞ്ഞില്ല. ഇന്നത്തെ സ്ഥിതി പറഞ്ഞാൽ വിശ്വാസികളാണ്, കൂട്ടായ്മയ്ക്ക് വരും, വചനം കേൾക്കും, പക്ഷേ ഇപ്പോഴും ശകുനം നോക്കും, മുഖലക്ഷണം നോക്കും, കൈരേഖ നോക്കും, രാഹുകാലം നോക്കും, വിഷുഫലം നോക്കും എന്ന് വേണ്ട അങ്ങനെയുള്ള ഒരു ജാതീയമായ സമ്പ്രദായങ്ങളിലേക്ക് ഇന്നും അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആളുകൾ വിശ്വാസികളുടെ കൂട്ടത്തിൽ ധാരാളം പേരുണ്ട്. അതൊക്കെ തെറ്റാണെന്നോ അത് പാവമാണെന്നോ ആരും അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല. രാഹുകാലം നോക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ എത്രയോ താഴ്ന്ന നിലവാരമാണ്. ഇങ്ങനെയുള്ളതായ പല പല വേണ്ടാദിനങ്ങളും അനേകം വിശ്വാസികൾക്കുണ്ട്. അങ്ങനെയുള്ള ഒരു അപകടം പിടിച്ച അനർത്ഥം പിടിച്ച ഒരു സഭയായിട്ടാണ് ബലികർമാസക്തിയായ സഭയായ തുയഥൈര സഭയെക്കുറിച്ച് കാണുന്നത്. എന്നാൽ 5ാമത്തെ സഭ സർദി സഭ. ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ജീവനിൽ നിനക്ക് പേരൊക്കെ ഉണ്ട്, പക്ഷേ നീ മരിച്ചവനാണ്. പിന്നെ ചിലരുണ്ട്, അവർ മരിച്ചു കഴിഞ്ഞിട്ടില്ല, അവർ ചാവാറായി കിടക്കുകയാണ്. ചാവാറായ ശേഷിപ്പുള്ള ശക്തീകരിക്കുക, ജീവനുള്ളതെന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു. ജീവനുള്ളതെന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക. ആ സഭയുടെയും കാര്യങ്ങളിൽ പറയുമ്പോൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു. തിന്മയുണ്ട്. ഇന്നും നിൻ്റെ ജീവിതത്തിൽ നീ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്നു, ജീവനുള്ളവനാണ്, എനിക്ക് ആത്മാവിൽ ജീവനുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, നമസ്കാരം ചൊല്ലുന്നുണ്ട് എന്നിങ്ങനെയാണ് നീ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിനക്ക് ആന്തരാത്മാവിൽ ജീവനില്ല. ഈ കാര്യം തുറന്ന് പറയുന്നു. 6ാമത്തെ സഭയാണ് ഫിലദൽഫിയ സഭ. നമ്മൾ കുറേ ക്ലാസ്സുകളായിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫിലദൽഫിയ സഭ അത് സ്നേഹമുള്ളൊരു സഭയാണ്. സ്നേഹം. ആ സഭയാണ് കർത്താവ് പ്രകീർത്തിക്കുന്നത്, ആ സഭയാണ് കർത്താവ് പ്രശംസിക്കുന്നത്. കർത്താവ് ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ അഭിമാനത്തോടെ പറയുന്നു. സ്തോത്രം. ഫിലദൽഫിയ സഭ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തുകൊള്ളണം, എന്നെക്കുറിച്ച് എൻ്റെ കരുണയുള്ള കർത്താവ് അഭിമാനത്തോടെ ചിന്തിക്കത്തക്കവണ്ണം, ഇവൻ എൻ്റെ മകനാണ്, ഇവൾ എൻ്റെ മകളാണ്, ഇവൾ എൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവനാണ്, ഇവൾ എൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവളാണ് എന്ന് കർത്താവ് പറയത്തക്കവണ്ണം, കർത്താവിനെ പ്രശംസിക്കത്തക്കവണ്ണമുള്ള അനുഭവം നാം നേടിയെടുക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ. അതാണ് ഏറ്റവും ആവശ്യം. സ്നേഹമുള്ളൊരു സഭ, സ്നേഹത്തിൻ്റെ നിറവുള്ളൊരു സഭ. അതിനെക്കുറിച്ചെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചല്ലോ. നമുക്കിന്ന് ലവോദിക്ക സഭയെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങാം. ദൈവത്തിന് സ്തോത്രം. ലവോദിക്ക സഭ വായിക്കാം. 14ാമത്തെ വാക്യം മുതൽ 3-ാം അധ്യായം 14-ാം വാക്യം മുതൽ വായിക്കാം. ലവോദിക്കയിലെ സഭയുടെ ദൂതനെ എഴുതുക. വിശ്വസനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. എല്ലാ സഭകളും പറയുമ്പോൾ അത് പറയുന്നുണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാണ്. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നീ തീർത്തും തണുപ്പുള്ളവനല്ല, ഏറ്റവും ചൂടുള്ളവനുമല്ല. ഒരു മന്ദോഷ്ണാവസ്ഥ, ശീതോഷ്ണാവസ്ഥ. ഈ കൊലോസിയിൽ കൂടി ഒഴുകി വരുന്ന നദിയിൽ ഉഷ്ണജലപ്രവാഹം ഉണ്ടായിരുന്നു. അത് ലവോദിക്ക ഭാഗത്തു കൂടി ഒഴുകുമ്പോൾ ആ ഉഷ്ണജല പ്രവാഹം അത് ചൂട് കുറഞ്ഞ് അത് ഏതാണ്ട് ഒരു വാട്ടർ വെള്ളം പോലെയായി തീർന്നു. അത് ചരിത്രത്തിലുള്ള കാര്യമാണ്, ജോഗ്രഫിയിൽ ഭൂമിശാസ്ത്രത്തിലുള്ള കാര്യമാണ്. വാട്ടർ വെള്ളം പോലെയായി തീർന്നു. ഈ വാട്ടർ വെള്ളം കുടിക്കാൻ പറ്റുകയില്ല, കുടിക്കാൻ സാധിക്കില്ല. അതൊരു ഏതാണ്ടൊരു ചുവകേടാണ്, ഒരു അരുചിയാണതിൽ. ഈ ലവോദിക്ക സഭയെക്കുറിച്ച് പറയുമ്പോൾ നീക്ക് കുറച്ചൊക്കെ ചൂടൊക്കെ ഉണ്ട്, പക്ഷേ നീ പല ഭാഗത്തും തണുപ്പാണ്. രണ്ടും കലർന്നൊരവസ്ഥ.
ഈ ലവോദിക്ക സഭയുടെ കാലയളവെന്ന് പറയുന്നത് ഏതാണ്ട് 20-ാം നൂറ്റാണ്ട് കാലങ്ങളാണ് നമ്മുടെ ഇന്നത്തെ കാലയളവ്. ഇന്ന് 21-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലമാണല്ലോ. ഈ ഒടുവിലത്തെ കാലമാണ്. ഈ കാലയളവിലെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് കർത്താവ് കാണിച്ചു തരികയാണ്. ലവോദിക്ക സഭ മന്ദോഷണമുള്ള സഭ. നമ്മിൽ പലർക്കും ആത്മീയമായ താല്പര്യമുണ്ട്, പക്ഷേ നമ്മുടെ ലോകം വിട്ടിട്ടില്ല, പൂർണ്ണ ആത്മീയനായി തീർന്നിട്ടില്ല. ഒരു ഗൗരവേറിയ ചിന്ത ഇവിടെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ശീതവാനായിരിക്കാൻ പാടില്ല, ശീതോഷ്ണവനായിരിക്കാനും പാടില്ല. നാം ഉഷ്ണവനായിരിക്കണം. ഏത് സമയത്തും ചൂട് പിടിച്ചിരിക്കണം. ഏത് സമയത്തും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൂട് വഹിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കണം. ഒരു നിമിഷം പോലും നമ്മിൽ നിന്ന് കർത്താവിൻ്റെ സ്നേഹം കുറഞ്ഞു പോകാൻ പാടില്ല. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ആ ചൂടും ശക്തിയും കുറഞ്ഞു പോകാൻ പാടില്ല. എപ്പോഴും നാം ജാഗ്രതയോടിരിക്കണം. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ മേന്മ എന്ന് പറയുന്നത്, ആത്മീയ ജീവിതത്തിൻ്റെ നേട്ടമെന്ന് പറയുന്നത് എപ്പോഴും കർത്താവിൻ്റെ കൃപയിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മിൽ പലർക്കും മനസ്സിലാക്കാത്തൊരു കാര്യമാണിത്. ഇത്രയ്ക്കോ മതി ഒരു ആവറേജ് ക്രിസ്ത്യാനിറ്റി, ഇത്രയ്ക്കൊക്കെ മതി. കൂടുതലൊക്കെ ആരെ കൊണ്ട് സാധിക്കും? ഇതൊക്കെ ചിലരിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആർക്കും സാധിക്കുന്ന കാര്യമല്ല എന്നിങ്ങനെയുള്ള ചില അലംഭാവങ്ങൾ നമുക്ക് വന്നു പോകുന്നു. കംപ്ലൈസൻസ്, അലംഭാവങ്ങൾ വന്നു പോകുന്നു. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ? നമ്മിൽ പലരും അല്ല, ഒരുപക്ഷേ ബഹുഭൂരിപക്ഷം പേരും മന്ദോഷ്ണാവസ്ഥയിലാണ്. ഭാഗ്യവശാൽ നിങ്ങൾ വചനം കേൾക്കാൻ താല്പര്യപ്പെട്ട് വരുന്നു, അതൊരു നല്ല ലക്ഷണമാണ്. വചനം കേൾക്കുന്നു, തീർച്ചയായിട്ടും നല്ലതാണ്. വചനപ്രകാരം ജീവിക്കാൻ തീരുമാനമെടുക്കുന്നു, വളരെ നല്ലത്. എന്നാൽ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആ ഊഷ്മളത, അതിൻ്റെ ചൂട് കുറഞ്ഞു പോകുന്നു. തണുപ്പ് കയറി വരുന്നു. ചൂടുള്ള സമയം ഉണ്ടായിരുന്നു നമുക്ക്. ആദിമസ്നേഹം ചൂടുള്ള സമയം ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർത്ത് നോക്കൂ, നിങ്ങൾ ഒരു ജീവിതം കത്താൻ സമർപ്പിച്ച് മാനസാന്തരപ്പെട്ട ആ സമയത്തേക്ക് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കൂ. അന്ന് എന്തൊരു ചൂടായിരുന്നു. അന്ന് അതുവരെ ഉണ്ടായിരുന്ന കോപമൊന്നും വരുന്നേയില്ല. കോപം എന്ന് പറയുന്നൊരു വികാരം വരുന്നേയില്ല. അന്ന് അശുദ്ധമായ ചിന്തകൾ വരുന്നേയില്ല. പടവെട്ടി മാറ്റുകയല്ല, യുദ്ധം ചെയ്ത് മാറ്റുകയല്ല, പോരാടി മാറ്റുകയല്ല. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാതെ വണ്ണം, നമ്മുടെ ഹൃദയത്തിലേക്ക് അടുക്കാതെ വണ്ണം ഒരു വലിയ ലഹരി നമ്മുടെ ഹൃദയത്തിൽ തിളച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ആത്മാവിൽ വലിയൊരു ചൂട് ലഭിച്ചുകൊണ്ടിരുന്നു. അന്ന് ഈ ലോക ജീവിതത്തിലെ കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ ഒന്നും നമ്മെ തൊടുന്നില്ല, ഒന്നും നമ്മെ അങ്ങ് വശപ്പെടുത്തുന്നില്ല. നമുക്ക് ഏതോ ഒരു വേറൊരു ലോകത്ത് നിൽക്കുന്നത് പോലെ തോന്നുന്നു. ഇല്ലേ? നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവം? ചിലർക്ക് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആത്മാവിൻ്റെ ആദിമ സ്നേഹത്തിൻ്റെ ലഹരിയിൽ മതിമറന്ന ദൈവത്തെ സ്തുതിച്ച കാലങ്ങൾ. സ്തുതി എന്ന് പറയുന്നത് താല്പര്യമില്ലാതിരുന്ന ആൾ പോലും ഇപ്പോൾ ഇടപെടാതെ സ്തുതിക്കുന്നു. വചനം കേൾക്കാൻ താല്പര്യമില്ലാതിരുന്ന ആളിപ്പോൾ വചനം കേൾക്കാൻ ഓടുന്നു. എന്തുകൊണ്ട്? ആ ഒരു ലഹരി കിട്ടി. ആത്മാവിൻ്റെ തീവ്രമായ ശക്തി ലഭിച്ചു, ശക്തിയേറിയ ആത്മപ്രവാഹം ലഭിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം. അതൊരു ചൂടുള്ള അനുഭവമാണ്. ഈ ഉഷ്ണജലപ്രവാഹം എന്ന് ഞാൻ പറഞ്ഞതുപോലെ ചൂടുള്ള അനുഭവം ഒരു വലിയൊരു ആനന്ദമാണ്. വചനം കേൾക്കുന്ന വലിയ ആനന്ദമാണ്, വചനം വായിക്കുന്ന വലിയ ആനന്ദമാണ്, വചനം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ആനന്ദമാണ്. ദൈവത്തിന് സ്തോത്രം. ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും നിങ്ങൾ വചനം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ വചനം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. വചനം നിങ്ങളുടെ ഉള്ളത്തിൽ ഒന്നും അറിയുന്നില്ല. യാത്ര ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ ഒന്നും അറിയുന്നില്ല. ഉള്ളെപ്പോഴും ഇങ്ങനെ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, കത്തുന്ന അനുഭവം. ദൈവത്തിന് സ്തോത്രം. എന്തൊരു അനുഭവമാണത്! അങ്ങനത്തെ അനുഭവത്തിൽ ആദ്യകാലം അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നെ വന്നപ്പോഴേക്കും അതങ്ങ് കുറഞ്ഞു വരുന്നു. ആ ശക്തി കുറഞ്ഞു വരുന്നു, ചൂട് കുറഞ്ഞു വരുന്നു. ചൂട് കുറഞ്ഞു വരുന്തോറും തണുപ്പ് കൂടിക്കൂടി വരുന്നു. ഫലമോ അവസാനം മന്ദോഷ്ണാവസ്ഥയിലായിത്തീരുന്നു. ചൂട് കുറഞ്ഞു, എന്നാൽ തീർത്തും കുറഞ്ഞു പോയിട്ടില്ല. ഒരു ചെറിയ ചൂടുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ തണുപ്പ് കയറി വരുന്നു. ആത്മീയ ജീവിതത്തിൽ വലിയ അപകടകരമായൊരു അവസ്ഥയാണത്. ഇന്നൊരു പക്ഷേ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഒരു ചൂട് കുറഞ്ഞ അവസ്ഥയിലായിരിക്കുമോ നിങ്ങൾ ചിന്തിക്കുന്നത് കൊള്ളാം. ഓരോരുത്തരും വാസ്തവമായ കർത്താവിന് വേണ്ടി എരിയുന്ന ചൂട്, കർത്താവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതായൊരു ചിന്ത, എന്നാൽ ആവത് എനിക്ക് ചെയ്യണമെന്നല്ലോ എന്നുള്ള ചിന്ത,
യേശുക്രിസ്തുവിന് വേണ്ടി എനിക്ക് സമ്പൂർണ്ണമായിട്ട് ചെലവഴിക്കപ്പെടണമെന്നുള്ള ചിന്ത. എൻ്റേതെല്ലാം യേശുവിന്. എന്ത് നഷ്ടം വന്നാലും ശരി, എന്ത് കഷ്ടം വന്നാലും ശരി, എൻ്റേതെല്ലാം യേശുവിന്. എൻ്റേതെന്ന് പറയാൻ എനിക്ക് ഒന്നുമില്ല, എല്ലാം യേശുവിൻ്റേതാണ് എന്ന് പറയുന്നൊരു ഒരു ഉന്നതമായൊരവസ്ഥയുണ്ട്, അത്യന്തം ശ്രേഷ്ഠമായൊരവസ്ഥയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ചാൾസ് ഡിക്കൻസ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ സാഹിത്യകാരനുണ്ട്. അദ്ദേഹം പറയുകയാണ്, ലോകത്തിൽ പറയപ്പെട്ടിട്ടുള്ളതിലേക്കും മനോഹരമായ കഥ ധൂർത്തപുത്രൻ്റേതാണെന്ന്. ചാൾസ് ഡിക്കൻസ് പറഞ്ഞതാണ്. ലോകത്തിൽ കേട്ടിട്ടുള്ളതിലേക്കും പറഞ്ഞിട്ടുള്ളതിലേക്കും ഏറ്റവും മനോഹരമായ കഥ ധൂർത്തപുത്രൻ്റെ കഥയാണ്. ആ ചെറുപ്പക്കാരൻ പോയപ്പോൾ തീർത്തും പാപത്തിലേക്കാണ് പോയത്. അപ്പനെ വിട്ടുപോയി, മുഴുവൻ പാപത്തിലേക്ക് പോയി, അത്യന്തം ധൂർത്തടിച്ച് ജീവിച്ചു. അവനുണ്ടായ സ്വത്തൊക്കെ നഷ്ടപ്പെടുത്തി. ശരിക്കും തണുത്തുറഞ്ഞവനായി, എല്ലാം തകർത്തവനായി, അവൻ ക്ഷീണിതനായി തീർന്നു. അവസാനം ആരും തുണയില്ലാതായി. അവൻ്റെ പൈസയെല്ലാം പങ്കിട്ടെടുത്ത കൂട്ടുകാരെല്ലാം മാറിപ്പോയി. ആരുമില്ല. അവരോടുകൂടി സുഖിക്കുകയും മേളിക്കുകയും അങ്ങനെ കൂത്താടി നടക്കുകയും ചെയ്ത കാലത്ത് അവൻ്റെ ജീവിതത്തിൽ അപ്പനെക്കുറിച്ചോ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചോ ഒരു ഓർമ്മ പോലും ഇല്ല. എല്ലാം നശിച്ചവനായി, എല്ലാം നഷ്ടപ്പെട്ടവനായി നടന്നു. എന്നാൽ അവന് ക്ഷാമം വന്നപ്പോൾ, ആഹാരത്തിന് മാർഗമില്ലാതെ വന്നപ്പോൾ അവൻ വിദേശത്തിലെ പ്രഭുവിനെ ചെന്ന് ആശ്രയിച്ചു. ആ പ്രഭു അവന് പന്നിയെ മേയ്ക്കാനുള്ള തൊഴിൽ കൊടുത്തു. പന്നിയെ മേയ്ച്ച് വന്നപ്പോൾ അവന് ആഹാരത്തിന് മാർഗമില്ല. ആഹാരത്തിന് വേണ്ടിയാണ് അവൻ പന്നി മേയ്ക്കാൻ പോയത്. പന്നിന് തവിട് പോലും കിട്ടാതായി. അപ്പോഴാണ് അവന് സുബോധം വന്നത്. പിന്നെ കാണുന്നത് സ്നേഹത്തിൻ്റെ അത്ഭുതകരമായ വശീകരണ ശക്തിയാണ്. സ്നേഹം, പിതാവിൻ്റെ സ്നേഹം മകൻ്റെ സ്നേഹവും കൂട്ടിമുട്ടി. ദൈവത്തിന് സ്തോത്രം. പിതാവിൻ്റെ സ്നേഹവും മകൻ്റെ സ്നേഹവും ഒരുമിച്ചു. പിതാവിൻ്റെ സ്നേഹം അത് മകന് തേടി വരുന്നതായ സ്നേഹമാണ്. മകന് കൊണ്ടുവരാൻ പോയില്ല, പക്ഷേ അവന് വേണ്ടി ദാഹിക്കുന്ന സ്നേഹം, നഷ്ടപ്പെട്ടവന് വേണ്ടി ദാഹിക്കുന്നതായ സ്നേഹം പിതാവിൻ്റെ സ്നേഹം, പാവത്തിലേക്ക് പോയതിനു വേണ്ടി ദാഹിക്കുന്നതായ ദൈവിക സ്നേഹം, ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോയതിനു വേണ്ടി ദാഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, നാശത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ദാഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം, അവനെക്കുറിച്ച് ഓർത്തോർത്ത് കരയുന്ന ദൈവത്തിൻ്റെ സ്നേഹം. അതാണ് ചാൾസ് ഡിക്കൻസ് പറഞ്ഞത്, ഞാൻ കണ്ടിട്ടുള്ളതിലേക്കും ഉള്ളതിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ കഥ മുടിയമുത്തൻ്റെ കഥയാണ്, ധൂർത്തപുത്രൻ്റെ കഥയാണ്. ദൈവത്തിന് സ്തോത്രം. സ്നേഹം ഒരുമിക്കുകയാണ്, സ്നേഹം വഴിമത്തിൽ കണ്ടുമുട്ടുകയാണ്. ഇവൻ കരഞ്ഞുകൊണ്ട് ഓടിച്ചെല്ലുന്നു, അപ്പൻ വാത്സല്യപൂർവ്വം കരഞ്ഞുകൊണ്ട് അപ്പൻ ഇങ്ങോട്ട് ഓടി വരുന്നു. രണ്ടുപേരും ഗേറ്റിൽ വെച്ച് ഒരുമിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് സ്നേഹം. ആ സ്നേഹത്തിൻ്റെ പരമമായ അനുഭൂതിയിൽ എല്ലാം മറക്കുന്നു. ഇവൻ്റെ കഴിഞ്ഞ കാലങ്ങളൊക്കെ പിതാവ് മറക്കുകയാണ്. ഇവനെങ്ങനെ ജീവിച്ചവനാണെന്നും പിതാവ് ഓർക്കുന്നില്ല. അപ്പോൾ എനിക്ക് വസ്തുക്കൾ വരേണ്ടത് നമുക്ക് എനിക്ക് തരണമേ എന്ന് ചോദിച്ച് മേടിച്ചുകൊണ്ട് പോയവൻ ഇവനിപ്പോൾ ഇങ്ങനെ വശം കെട്ട് വന്നിരിക്കുന്നല്ലോ എന്നോർത്ത പിതാവിനൊരു അവനെക്കുറിച്ചൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇങ്ങനെയൊക്കെ പോയവനല്ലേ എന്ന് ചിന്തയില്ല. ഒന്നും പിതാവ് ചിന്തിക്കുന്നില്ല. അതാണ് സ്നേഹം. കഴിഞ്ഞതൊന്നും ചിന്തിക്കുന്നില്ല. സ്തോത്രം. സ്നേഹം തണുത്തു പോകുന്ന സ്നേഹമല്ല. ദൈവത്തിൻ്റെ സ്നേഹം ഉറഞ്ഞുറഞ്ഞ് വളർന്നു വരുന്ന സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം ജ്വലിക്കുന്ന സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം പാവിയെ തേടി വരുന്ന സ്നേഹമാണ്. ആ സ്നേഹം ഈ മോന് വേണ്ടി ദാഹിച്ചുകൊണ്ടേയിരുന്നു. അവൻ പോയ നാൾ മുതൽ അവന് വേണ്ടി ദാഹിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിതാവിൻ്റെ ഭവനത്തിൽ മൂത്ത മകനുണ്ട്, അവന് ഈ സ്നേഹമൊന്നുമില്ല. അനുജൻ പോയി, അവനും അവൻ്റെ വഴിക്ക് പോയി പോക്കോട്ടെ, അത്രയേ ഉള്ളൂ. കൂട്ടായ്മയുള്ള മറ്റുള്ളവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ആ വീട്ടിലുള്ള മറ്റുള്ള കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് ഒരു വിഷയമല്ല. ഒരാൾ പോയി, അവന് തോന്നിയോട് പോയിക്കോട്ടെ, നശിക്കട്ടെ. ഇങ്ങനെയൊരു അലസ മനോഭാവമേ അവർക്കുള്ളൂ. മറ്റേ വേലക്കാർ അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നു, ഇന്നും ജോലി ചെയ്യുന്നു, അന്നും ജോലി ചെയ്തു. ഇളയവൻ പോയതൊന്നും അവർക്കൊരു പ്രശ്നമല്ല, അവരുടെ വിഷയമല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അപ്പൻ അതൊരു വിഷയമാണ്. അപ്പൻ അതാണ് വിഷയമുള്ളൂ. ജീവനുള്ള ദൈവത്തിന് അതേ വിഷയമുള്ളൂ. നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചുള്ളതായ സ്നേഹത്തിൻ്റെ ദാഹം, പാപത്തിലേക്ക് പോയതിനെക്കുറിച്ചുള്ളതായ സ്നേഹത്തിൻ്റെ അഗാധമായ ദാഹം, ആ ദാഹം ഇവനെ എപ്പോഴും തിരിച്ചു വരാനായിട്ട് ഇങ്ങനെ ദാഹത്തോടെ ക്ഷണിക്കുന്ന ദാഹമാണ്, സ്നേഹമാണ്. ക്ഷണിച്ച് വാക്കാൽ ക്ഷണിച്ചില്ല, പക്ഷേ
അപ്പൻ്റെ ഹൃദയം ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. അപ്പൻ്റെ ഹൃദയം അവന് വേണ്ടി ദാഹിച്ചുകൊണ്ടേയിരുന്നു. അപ്പൻ്റെ ഹൃദയം അവന് വേണ്ടി നിർബന്ധമായി സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. ആ സ്നേഹം, ഈ സ്നേഹം അത് കുറഞ്ഞു പോകുന്നതാണ് ലവോദിക്ക സഭയ്ക്ക് പറ്റിയ തെറ്റ്. ഈ സ്നേഹത്തിൻ്റെ ചൂട് കുറഞ്ഞുപോയി. സ്നേഹത്തിൻ്റെ ആ ശ്രേഷ്ഠമായ അനുഭവം കുറഞ്ഞുപോയി. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലേക്ക് നോക്കിയാൽ അറിയാം. ഒരു കാലത്ത് എന്തൊരു സ്നേഹമായിരുന്നു. വചനശുശ്രൂഷ നിങ്ങൾക്ക് ഒരു ദിവസം പോലും വിട്ടുകളയാൻ പറ്റുകയില്ലായിരുന്നു. വചനശുശ്രൂഷ എവിടെയുണ്ടോ അവിടെ ഓടി ഓടി നിങ്ങൾ എത്തുമായിരുന്നു. നിങ്ങൾ മതിമറന്നിരുന്ന് കേൾക്കുമായിരുന്നു. നിങ്ങളുടെ ഹൃദയം കത്തി ജ്വലിച്ചുകൊണ്ട് നിങ്ങൾ വചനം കേൾക്കുമായിരുന്നു. അത് ആദ്യ സ്നേഹത്തിൻ്റെ ആ സമയങ്ങൾ. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും സ്നേഹം തണുത്തുകൊണ്ട് പോകുന്നു. പക്ഷേ പിതാവിൻ്റെ സ്നേഹം തണുക്കുന്ന സ്നേഹമല്ല. ചേട്ടൻ്റെ സ്നേഹം തണുക്കുന്ന സ്നേഹമായിരിക്കും. ചേട്ടൻ്റെ സ്നേഹം വ്യവസ്ഥയുള്ള സ്നേഹമായിരിക്കും. വേലക്കാരുടെ സ്നേഹം തണുക്കുന്ന സ്നേഹമായിരിക്കും, വ്യവസ്ഥയുള്ള സ്നേഹമായിരിക്കും. ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കും, അത്രയേ ഉള്ളൂ. അതിൽ കവിഞ്ഞില്ല. മൂത്ത ചേട്ടന് ഇങ്ങോട്ട് സ്നേഹിച്ചാലും അങ്ങോട്ട് സ്നേഹിക്കണമെന്ന് ചിന്തയില്ല. എന്നാൽ ഈ ഇളയ പൂവൻ, നഷ്ടപ്പെട്ടു പോയ ധൂർത്തപുത്രൻ, അവൻ മടങ്ങി വരുന്ന ആ വരവിന് വേണ്ടി, ആ ദിവസത്തിന് വേണ്ടി അപ്പം ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ മോന് വേണ്ടിയുള്ളതായ ദാഹം. അവൻ പോയല്ലോ, ഇപ്പം എവിടെയായിരിക്കും, എന്തായിരിക്കും, അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും, എൻ്റെ ദൈവമേ. ആ സ്നേഹം ഇങ്ങനെ അവനെ ദാഹത്തോടെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനറിയുന്നില്ല. ആ സ്നേഹത്തിൻ്റെ ഒരു ആകർഷണം അവൻ്റെ മേലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അവനറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അവസാനം അവൻ വിദേശത്തിലെ പ്രഭുവിനോട് യാത്ര പോലും ചോദിക്കാതെ അവൻ എഴുന്നേറ്റു അപ്പൻ്റെ അരികിലേക്ക് ഓടി വരികയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൻ്റെ സമീപത്തേക്ക് ഓടി വരികയാണ്. അപ്പോഴാണ് ദൈവത്തിന് സ്തോത്രം അവൻ്റെ നിലവിളി കേട്ടുകൊണ്ട് അപ്പൻ ഇറങ്ങി ചെല്ലുന്നത്. അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി. നിൻ്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല. നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ, എനിക്ക് തരയണമേ, വസ്തുവിൽ വരേണ്ടത് പങ്ക് തരണമേ എന്ന് ചോദിച്ചു. ഇപ്പോൾ പറയുകയാണ്, എനിക്ക് എന്നെ ആക്കണമേ, നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ. ദൈവത്തിന് സ്തോത്രം. അപ്പനെ വാരിയെടുത്തു. അവസാന വാക്ക് പറയിപ്പിച്ചില്ല. അവൻ ഉമ്മ വെച്ചു. അവൻ ആ കീറി നാറിയ ഹീനമായ വേഷത്തിൽ വന്നപ്പോഴും അവനെ സ്വീകരിച്ചു. ഒന്നും ചോദിച്ചില്ല. മോനെ കുളിച്ചിട്ട് വായെന്ന് പറഞ്ഞില്ല. മോനെ ഡ്രസ്സ് മറിയിട്ട് ഞാൻ നിന്നെ തൊടാമെന്ന് പറഞ്ഞില്ല. ഞാൻ കളങ്കമില്ലാത്തവനാണ്, അതുകൊണ്ട് നിൻ്റെ ഈ കളങ്കമായ നിൻ്റെ ഈ ശരീരത്തിലേക്ക് എനിക്ക് തൊടാൻ നിർവാഹമില്ല കുഞ്ഞെ, നീ ഒന്ന് കുളിച്ചിട്ട് വായെന്ന് പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൻ അവനെ സ്വീകരിച്ചു. സഹോദരങ്ങളെ, ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ കത്തുമ്പോഴാണ് നാം വാസ്തവത്തിൽ ദൈവമക്കളായി തീരുന്നത്. ഇല്ലെങ്കിൽ നാം വാസ്തവത്തിൽ മൂത്തപുത്രനെ പോലെ ആയിരിക്കും. ദൈവത്തിന് നാം മഹത്വപ്പെടട്ടെ. നിങ്ങൾ ചിന്തിക്കൂ, എൻ്റെ അവസ്ഥ എന്താണ്? ഈ ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ അനുഭവിക്കുന്നുണ്ടോ? ആ സ്നേഹം ഇപ്പോൾ എന്നെ വിളിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നുണ്ടോ? ആ സ്നേഹം ഇപ്പോൾ എന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ? ആ സ്നേഹം എന്നെയാണ് ഇന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? വ്യക്തിപരമായി എന്നെ വിളിക്കുന്ന സ്നേഹമാണിത് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. അത് നിങ്ങൾ ഗ്രഹിച്ചാൽ നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ഈ ദൈവസ്നേഹം നിങ്ങൾക്ക് മനസ്സിലായാൽ, നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളൊന്നും ചോദിക്കാതെ സ്നേഹിക്കുന്നതായി സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാൻ പറ്റിയാൽ, നിങ്ങൾ മതിമറന്ന ദൈവത്തെ സ്തുതിക്കും. നിങ്ങൾ ആരാധനയിലെ സൗകുമാര്യത്തിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. എന്തൊരു സന്തോഷമായിരിക്കും പ്രിയപ്പെട്ടവരെ. അതാണ് നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സമർപ്പിക്കുക, നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കൂ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുക, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യും. നിൻ്റെ മക്കളെ അവിടെ തൊട്ടതിനായി സ്തോത്രം. അനേകരുടെ ഹൃദയത്തിൽ തീ കോരിയിട്ടതിനായി സ്തോത്രം. സ്നേഹം പകർന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.